Everyone looked worse in the light. There are so many lines that I've crossed unforgiven. I'll tell you the truth, but never goodbye. I don't wanna look at anything else now that I saw you. I don't wanna think of anything else now that I thought of you. I've been sleeping so long in a 20-year dark night, and now I see daylight. I only see daylight. Like with a draw only draws the unlucky, and so I became the butt of the joke. I wounded the good and I trusted the wicked. Clearing the air, I breathed in the smoke. Maybe you ran with the wolves and refused to settle down. Maybe I've stormed out of every single room in this town, threw out our cloaks and our daggers because it's morning now. It's brighter now. Now I don't wanna look at anything else now that I saw you. I can never look away. I don't wanna think of anything else now that I thought of you. Things will never be the same. I've been sleeping so long in a 20-year dark night. Now I'm wide awake. And now I see daylight. I only see daylight. I only see daylight, 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 daylight. I only see daylight, 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 daylight. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ മോനുവിൻ്റെയും സുനുവിൻ്റെയും കല്യാണമെല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളിയിൽ, നമ്മുടെ നാട്ടിലെ ഇവർ രണ്ടുപേർക്കും ഒരു സ്വീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. മോനും സുനും വളരെ നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തോടു കൂടി ദൈവത്തോട് നന്ദി പറയാനും നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്നത് ഫ്രാൻസിസ് എഴുപത്തിങ്ങരച്ചൻ. ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം ഈ ചൊവ്വൂരടവയിൽ വെച്ച് പട്ടം സ്വീകരിച്ചിട്ടുള്ളവരാണ് 95-ൽ. അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി നമ്മുടെ പോളച്ചനെ കുർബാനയുണ്ട്, ഫ്രിഡച്ചനും പരിപാടിയുണ്ട്. അത് കാരണം പിന്നെ നിൽക്കുന്നു. അപ്പോൾ ഏതായാലും അച്ഛൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ സഹായിക്കുന്നു. പ്രത്യേകം നന്ദി പറയുന്നു. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ
ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹിതരായി ഇവിടെ ആഘോഷം നടത്താൻ എത്തിയിരിക്കുന്ന വധൂവരന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ ആഘോഷങ്ങളിലൊക്കെ, സംബന്ധത്തിലും കല്യാണത്തിലുമൊക്കെ പല ചിന്തകൾ വിവാഹവുമായി ബന്ധപ്പെടുത്തി കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു 23 വർഷമായിട്ട് കല്യാണ കോടതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനാണ്. കല്യാണ കോടതിയിൽ സ്ഥിരമായിട്ട് കേസുമായിട്ട് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. നമുക്ക് വിവാഹം വേർപ്പെടുത്താൻ അനുവാദമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്ന് പണ്ടത്തേക്കാളും കൂടുതൽ കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ ചോദ്യവുമായിട്ട് വരും. പക്ഷേ ഈ ചോദ്യം പുതിയതായിട്ട് കൂടുതൽ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരം പഴയത് തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം പുതിയതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ചോദ്യവും പഴയതാണ്, ഉത്തരവും പഴയതാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫരിസേയര് കർത്താവിൻ്റെ അടുത്ത് വന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുക, നീ എന്ത് പറയുന്നു കുടുംബത്തെ പറ്റി, കുടുംബജീവിതത്തെ പറ്റി നീ എന്ത് പറയുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ കർത്താവ് ഉടനെ തന്നെ ഒരു പഴയ സ്റ്റോറിയിലേക്ക് കൈ ഉയർത്തിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവം ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. God created man and woman in the beginning. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു കുടുംബമായി രൂപീകരിച്ചു. അവരൊരു ശരീരമാണ്, ദൈവമാണ് അവരെ ഒരുമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ഇതായിരുന്നു കർത്താവിൻ്റെ ഉത്തരം. പക്ഷേ ഈ ഉത്തരം ആരെ പറ്റിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്, അല്ലേ? യു നോ ദ സ്റ്റോറീസ് അബൌട്ട് ആഡം ആൻഡ് ഈവ്. ഓക്കെ, സോ സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യം മുതലേ, ആദ്യത്തെ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ആദവും ഹവ്വയും മുതലേ ഉള്ള വിവാഹങ്ങളെല്ലാം ദൈവഹിതത്താൽ സംഭവിക്കുന്നതാണെന്നും ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യന് വേർപ്പെടുത്താൻ അവകാശമില്ലെന്നും കർത്താവ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷേ ഫരിസേയര് ഒരു റിലാക്സേഷൻ ഒരുപക്ഷെ ഈ യേശുവിൽ നിന്ന് കിട്ടിയേക്കുമെന്ന് വിചാരിച്ചിട്ട് വന്ന് ചോദിച്ചതാണ് ചോദ്യം. പക്ഷേ ഉത്തരം വളരെ ക്ലിയറാണ്. ദെർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഡൈവോഴ്സ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ മാരേജ് ഈസ് എ യൂണിയൻ ബ്രോട്ട് ബൈ ഗോഡ് ഹിംസെൽഫ്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഉടനെ തന്നെ പോകുന്ന ട്രാക്ക് ചിലപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പോയി ചോദിക്കും, ചിലപ്പോൾ അവരുടെ അടുത്ത് പോയി ചോദിക്കും, ഇവരുടെ അടുത്ത് പോയി ചോദിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. തീരുമാനങ്ങളൊക്കെ റോങ്ങായിട്ടൊക്കെ എടുക്കും. അതിന് അവസാനമാണ് ചിലപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് കോടതിയിലൊക്കെ വരിക. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യന് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. ഇത് ആരാണ് യോജിപ്പിച്ചിരിക്കുന്നത്? I would like to certainly say that if you are able to convincingly believe this is a marriage united by God, then everything else will go vanish away. Because if it is done by God, if it is exactly clearly built by God, then who else can be against it? No human power can be against it. അപ്പോൾ ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ചിന്തയാണ്, ധൈര്യപ്പെടുത്തേണ്ട ചിന്തയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ക്ലിംഗ് ഓൺ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കഥയുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അത് 2 ആനകളുടെ കഥയാണ്. 2 ആനകൾ, അവർ ജസ്റ്റ് മാരീഡ് എലഫൻസ് ആണ്. സോ ദേ വർ celebrating their honeymoon. So they were in a forest moving around. In
ഷെയറിങ് ദെയർ സ്റ്റോറീസ് ഓഫ് ദെയർ ലൈഫ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വൈകുന്നേരമായി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ലേറ്റായല്ലോ, നമ്മളിന്ന് കഥയൊക്കെ പറഞ്ഞപ്പം വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കിട്ടാതെ വന്നാൽ ആനയ്ക്ക് വിശന്ന് വലിയ വിഷമമാവും. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമ്മൾ വെള്ളം അന്വേഷിച്ചും ഭക്ഷണം അന്വേഷിച്ചും പോവുകയാണ്. രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് കാടിലൂടെ വെള്ളം അന്വേഷിച്ച് പോവുകയാണ്. കുറച്ച് നേരം മുന്നോട്ട് പോയപ്പം ഒരു ചെറിയ കുളം, അതിൽ കുറച്ച് വെള്ളം. I don't know if you all understand the words and what I say. Elephants, they found a small pond and there was only little water there. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കി. ഈ വെള്ളം, കുറച്ച് വെള്ളം കൊണ്ട് ആനകൾക്ക് എന്തെങ്കിലും ആവുമോ? അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു. അപ്പം ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്തത് പിടിയാന എന്ന് പറഞ്ഞാൽ ഫീമെയിൽ എലഫൻ്റ്. മെയിൽ എലഫൻ്റ് എന്ന് പറഞ്ഞു, ചേട്ടൻ കുടിച്ചോ, ചേട്ടനാണ് കുടുംബത്തിൻ്റെ ശക്തി, ചേട്ടൻ കുടിച്ച് സന്തോഷമായാലാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചേട്ടൻ കുടിച്ചു. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് മനസ്സിലിങ്ങനെ ഒരു ആശയം കയറി വരുവാണ്. കല്യാണത്തിൻ്റെ അന്ന് മന്ത്രകോടിയൊക്കെ എടുത്ത് തലയിലിട്ടിട്ട് ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ പെണ്ണാണ് ഈ അടുത്ത് നിന്ന് ചേട്ടൻ കുടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ശരിയാവില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ലല്ല മോളെ, ഞാൻ നിന്നെ സംരക്ഷിക്കേണ്ടതാണ്, നീ കുടിച്ചോ, നീ കുടിച്ചാലാണ് നമ്മുടെ കുടുംബത്തിന് സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാവുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ കുടിച്ചോ എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ നല്ല കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തി. എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? ലെറ്റ് us drink whatever is there together. രണ്ടുപേർക്കും ഉള്ളത് കുടിക്കാം. രണ്ടുപേരും അവരുടെ തുമ്പിക്കൈ വെള്ളത്തിലേക്ക് ഇട്ടു. 1 മിനിറ്റ് പോയി, 2 മിനിറ്റ് പോയി, 3, 4, 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴും ഈ വെള്ളം ഒന്നും സംഭവിക്കാതെ അവിടെ ഇരിക്കുകയാണ്. വെള്ളത്തിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബുദ്ധിമാന്മാർ എന്തായിരിക്കും വെള്ളത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ടു ദ വാട്ടർ? എന്നിട്ട് കുടിച്ചില്ല. ഇതിലെ ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, മിക്കവാറും ഒരു ഓർമ്മയുണ്ടായിട്ടുണ്ടാവും, ഒരു കുടിക്കുന്നവരും അത് പൊക്കി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഹൃദയമുള്ളവർക്കറിയാം, എനിക്ക് അവകാശപ്പെട്ടത്, എനിക്ക് സന്തോഷം നൽകുന്നത്, എൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ളത് ഞാൻ വേണ്ടാന്ന് വെച്ച് മറ്റേയാൾ കുടിച്ചോട്ടെ, മറ്റേയാൾ സന്തോഷിച്ചോട്ടെ, മറ്റേയാളുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് വേണ്ടാന്ന് വെക്കുമ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുക. കർത്താവ് യേശുമിശിഹ അതാണല്ലോ പറഞ്ഞത്. പൗലോസ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞു, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിക്കേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ്. എങ്ങനെയാണ്? കുരിശിൽ കിടന്ന് അവസാനത്തുള്ളി രക്തവും ജലവും അടക്കം ഇങ്ങനെ കൊടുത്തു. എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ളത്, ഇന്നത്തെ മോഡേൺ ഫാമിലികളിൽ there is lot of egoism. Everyone wants to satisfy own self. That will not work in the family. That will not work in the family. If it is to be a family, it is to be giving. How much? Till the last moment. So that is my wish and that is my prayer. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതാണ് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉദാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഉദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന്റെ അതിന്റെ ദുർവാസങ്ങളോടുകൂടി കുരിശിൽ തറയ്ക്കാനും ആത്മ
വാഗ്ദത്തം ഓർത്തുകൊണ്ട് നല്ല മോട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ മേജർ ആർച്ച് ബിഷപ്പിനെയും ഞങ്ങളുടെ അതിരുപരീക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും മാർ ടോണി സഹന മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ജീവനെഴും തിരു സ്ലീവായ നിങ്ങൾ മുദ്രിതരാവട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. All I once held dear, built my life upon. All this world reveals
today to witness and celebrate this sacred milestone. Today is not just a ceremony, it is a celebration of love, faith, commitment, and the beautiful journey that God is beginning in two lives. Today starts off the evening, Mr. Monu Matthew and Mrs. Sunila Anthony. Ladies and gentlemen, with great joy and heartfelt applause, I invite Mr. Monu Matthew and Mrs. Sunila Anthony to kindly come forward and grace the stage. That no journey begins alone. Family is the first blessing God gave us, the foundation of faith, values and unconditional love. ആദ്യമായി തന്നെ രണ്ടുപേരുടെയും ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു. ചേട്ടന്റെ പപ്പ മിസ്റ്റർ പി ജെ മാത്യുവിനെയും അമ്മ മിസ്സിസ് മോളിയെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. അങ്കിൾ കഴിഞ്ഞ 40 വർഷമായി ഡൽഹിയിൽ സേവനം അനുഷ്ഠിക്കുന്നു. ആന്റി അതോടൊപ്പം ഹെഡ് നഴ്സായി ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. അടുത്തതായി സുരു ചേച്ചിയുടെ ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചിയുടെ പപ്പ മിസ്റ്റർ കെ വി ആന്റണിയെയും അമ്മ മിസ്സിസ് സിസിലി ആന്റണിയെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആന്റണി അങ്കിൾ കഴിഞ്ഞ 45 വർഷമായി ഡൽഹിയിൽ പാക്കേജിംഗ് മെഷീൻ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി സുരു ചേച്ചിയുടെ എൽഡർ സിസ്റ്ററായ അനു ചേച്ചിയെയും ഈ കുടുംബത്തിന്റെ മാലാഖയായ എലീഷയെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. അനു ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതുചേട്ടൻ ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇതുചേട്ടനെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ബ്രദറായ വിൻസെന്റ് അച്ഛനെയും ഫാദർ ഫ്രാൻസിസ് അച്ഛനെയും സ്വാഗതം ചെയ്തു സ്റ്റേജിലേക്ക്. ആത്മീയവും മനോഹരവുമായ മറ്റൊരു നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. തിരുതെളിയിക്കൽ ദൈവിക സാന്നിധ്യത്തിന്റെയും പ്രകാശത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമാണ്. അതിനായി മോനു ചേട്ടനെയും സുരു ചേച്ചിയെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും തിരുതെളിയിക്കുവാൻ ക്ഷണിക്കുന്നു. കഴിഞ്ഞാണ് വന്നിരിക്കുക. എങ്കിലും നമ്മുടെ ഇന്നത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകാൻ നമുക്കൊരു പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അവിടുന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ ആ വിവാഹത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ അമ്മയോടും ശിഷ്യന്മാരോടുമൊപ്പം ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഭാഗമാക്കായല്ലോ. അങ്ങയുടെ ജീവിതകാലത്ത് വിവാഹം ഒരു വലിയ ആഘോഷവും അതിൽ ബന്ധുജനങ്ങളും മിത്രങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കലും ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സന്നിഹിതനാണ്. കർത്താവേ, നന്ദി. ഈ ആഘോഷങ്ങളിൽ അവിടുന്ന് സന്നിഹിതനായി ഒരു കുറവുമില്ലാതെ സന്തോഷവും സ്നേഹവും ധാരാളം അനുഭവിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ നവവധൂവരന്മാർക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, അവിടുത്തെ പൊൻകരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. പ്രത്യേകിച്ച് വിവാഹിതരായിരിക്കുന്ന ഈ മക്കളെ അവിടുത്തെ കരത്തിൻ്റെ കരുത്തില്, കരത്തിൻ്റെ തണലില് എന്നും സംരക്ഷിക്കണമേ. പരിശുദ്ധമേ, ഔസപിതാവേ, സകല വിശുദ്ധരെ, കാവൽമാലാഖമാരെ ഇവർക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വൺസ് മോർ. ഗോഡ് ബ്ലെസ്.
ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. വെണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടു ചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ. തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം. സീമാതീത സൂര്യോദയ ദീപാങ്കുരം. ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം. മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മഴകായി. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള തന്നി പെണ്ണാണേ. കാത്തു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാണേ. കട്ടെടുത്തൊരു മോഹ സ്വത്താനേ. വരുമോ വരുമോ ഇതിലേ വരുമോ. നിന്നെ കാത്തു നിന്നൻ കാൽ കുഴഞ്ഞേ മോഹ പെൺമാനെ. നീ പോകാതെ പോകാതെ കൈവെടിയാതെ. നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ. തീരം തിരയോടായി ഒരു പ്രേമ സല്ലാപം. കാറ്റും മുളന്തണ്ടും ഒരു ഗാന സല്ലാപം. മുകിലാനി മഴ പൊഴിയണ പകലേ. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള തന്നി പെണ്ണാണേ. കാറ്റു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാനെ. കട്ടെടുത്തൊരു മോഹ സ്വത്താനേ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി. കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാഴ കയ്യിൽ ഇട്ട പെണ്ണഴകേ. എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാഴ കയ്യിൽ ഇട്ട പെണ്ണഴകേ. എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കോതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട്. അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിടം കാറ്റ്. കണ്ണാടി പുഴയിലെ
തിരകൾ നവലോതിരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ നദി പോലൊഴുകിടാം മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ കായൽ തിരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം